കുറേ നാളായി കരുതുന്നതാണ് നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു നാടൻ കോഴിക്കറി വെക്കണമെന്ന്. ഇത്തവണ അത് സാധിച്ചു. ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞതേ പപ്പ എവിടെ നിന്നോ ഒരു കോഴിയെ സംഘടിപ്പിച്ചു. പപ്പെല്ലാം പറിച്ച് തീയിൽ വക്കിയെടുത്തപ്പോൾ കോഴി ഒരു ഫാഷൻ ഷോയ്ക്ക് എന്ന പോലെ സ്റ്റൈലായി. ബ്രോയിലർ കോഴിക്കടയൊക്കെ സജീവമാകും മുന്നേ ഇതായിരുന്നല്ലോ നമ്മുടെ രീതി. അന്നൊക്കെ വീട്ടിൽ ധാരാളം കോഴികളെ വളർത്തുമായിരുന്നു. പിടക്കോഴിയാണെങ്കിൽ ഇങ്ങനെ പിറക്കാതെ പോയ കുറേ ഉണ്ണികളുണ്ടാകും വയറ്റിൽ. നാടൻ കോഴിയാണല്ലോ, നല്ല വേവുണ്ട്. മസാലകൾ ചേർത്തു, സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും വഴറ്റി അതും ചേർത്തു. പാചകം ഒരു കലയാണെന്ന് പറയാറില്ലേ? വെറുതെ ഉണ്ടാക്കി കഴിക്കുക എന്നതിനേക്കാൾ അതിലെ ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്യണം. അക്കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വെളുത്തുള്ളിയും ഇഞ്ചിയും എണ്ണയിലേക്ക് ഇടുമ്പോൾ ഉയരുന്ന ആ മോഹിപ്പിക്കുന്ന മണമാണ്. നല്ല നെയ്യുണ്ട്, അതിങ്ങനെ കറിയിലേക്ക് ഉരുകി ചേരുന്നുമുണ്ട്. കറിക്കൊപ്പം ഇന്ന് കള്ളപ്പമാണ് കൂട്ട്. പാലപ്പത്തേക്കാൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് കള്ളപ്പത്തോടാണ്, പ്രത്യേകിച്ച് നല്ല എരിവുള്ള നോൺ വെജ് കറികൾക്കൊപ്പം. പണ്ട് മുതലേ വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ പാലപ്പത്തേക്കാൾ ഉണ്ടാക്കാറ് കള്ളപ്പം തന്നെയാണ്. അതിനിടയിൽ അപ്പം ഉണ്ടാക്കാൻ സഹായിക്കാമെന്ന വ്യാജന പെട്ടെന്ന് ഈ കച്ചി കയറി വന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. അത്രയും നേരം കോഴിയെ കൊന്ന് കറി വയ്ക്കുന്നത് പേടിയാണെന്ന് പറഞ്ഞ് മാറി നിന്നയാളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനാണ്, ഈ മുട്ടകൾക്ക്. അങ്ങനെ കാത്തിരുന്ന് വർഷങ്ങൾക്ക് ശേഷം നാടൻ കോഴിയെ കറി വെച്ചിരിക്കുന്നു. ഡിറ്റുവ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തില് നാടാകെ തണുത്തു മരവിച്ചിരിക്കുന്ന രാത്രിയാണ്. ആ തണുപ്പിൽ കൂട്ടായിട്ട് കോഴിക്കറിയും കള്ളപ്പവും.